ഇതിലെയാ പോകുന്നത്. എങ്ങനെ പോകുന്നു ഈ വഴിയെ പോകണം യാതൊരു നിവൃത്തിയില്ല. കാടിനകത്തൂടെ കയറി സൈഡ് പിടിച്ച് അങ്ങോട്ട് പോണേ. വർഷങ്ങളായിട്ട് ഇതൊരു 3-4 വർഷമായി ഇതൊരു മെയിൻ്റനൻസ് കൂടി ചെയ്തിട്ട്. ആണല്ലേ? അപ്പം സാധാരണ നാട്ടുകാരെല്ലാം അവിടെ കൂടി ഒരു ശകലം മണ്ണൊക്കെ ഇട്ടിരുന്ന് അവർ മടുത്ത് അത് വേറൊരു വണ്ടിയും ഈ മഴയും വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒഴിയും പോയി. ഇനിയിപ്പം ബസ് പോലെ നിർത്താൻ പോകാന്നാ പറയുന്നത്. അതുപോലെ പോയി കിടക്കല്ലേ? 2 ബസ് സർവീസ് ഇവിടുന്ന് കൊച്ചുവട്ടം വരെ യാതൊരു കാരണവശാലും പോകാൻ പറ്റില്ല. 2 ബസ് സർവീസ് ഇതിലുള്ളതാണ്. ആ 2 ബസ് സർവീസ് അവർ നിർത്താൻ പോകാന്ന് പറഞ്ഞു. അവർക്ക് എല്ലാ ദിവസങ്ങളും മിക്ക ദിവസങ്ങളും മെയിൻ പ്ലേറ്റ് ഒക്കെ ആയിട്ട് ഒഴിഞ്ഞു പോവാണ്. അവർക്ക് വണ്ടിക്ക് ഭയങ്കര പാഴ്സ് പണികളാണ് വരുന്നത്. കാരണം മൂർത്തിയില്ല. അത് ഒരു നിർത്തി കഴിഞ്ഞാൽ ഇവിടെ കൊച്ചുവട്ടം ലക്ഷം കോളനി താമസിക്കുന്നവരും കൊച്ചുവട്ടം വെണ്ണാശ്ശേരി ഭാഗത്ത് ഈ 2 ബസ് ആശ്രയിച്ചോണ്ടിരിക്കുന്നത്. ഈ മുക്കാംകുടി താമസിക്കുന്നവരൊക്കെ ഇതിൽ നിന്ന് പോയ പിള്ളേരെല്ലാം ആകെപ്പാടെ വരുന്നു. പയ്യപ്പാടി വരെ അവിടുന്ന് 2 കിലോമീറ്റർ നടന്ന പയ്യപ്പാടി വരെ വരേണ്ടി വരും. അതിനുവേണ്ടി എത്രയും ഇവിടെ ഒരു കോളേജ് ഇല്ലേ ഇങ്ങോട്ട് പോകുന്നിടത്ത്? MES കോളേജുണ്ട്. അങ്ങോട്ടുള്ള പിള്ളേര് ആ കോളേജ് പിള്ളേരെ അവരും ഇപ്പം ബൈക്കിലൊക്കെ വന്നിട്ട് നിർത്തി ഇപ്പം ബസ്സിലാക്കിയിരിക്കുക. ബൈക്കൊക്കെ ബൈക്കിലെല്ലാം വണ്ടിക്കെല്ലാം പണിയെന്ന് അവരും പറ്റില്ല. നമ്മുടെ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ഇതൊരു സഞ്ചാരയോഗ്യമാക്കണമെന്ന് അത് പറയാം. ഞങ്ങൾ ഓട്ടോക്കാരാണ് ഓട്ടോ പോകില്ല. പയ്യപ്പാടിലെ ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു ഒരു വിധത്തിലല്ല പോകത്തില്ലെന്ന്. അങ്ങോട്ട് ആ ഭാഗത്തോട്ട് ഓട്ടോ പോകത്തില്ല. ഞാൻ പറയും മലകുമ്പം മരം കൊണ്ട് ഓട്ടം നിർത്തുക. ഏതായാലും ഞാൻ ഈ റോഡൊന്നും ഇവിടെ ഒന്ന് കാണട്ടെ കേട്ടോ. ആയിക്കോട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യപ്പാടിക്കവല എന്ന കൊച്ചുമറ്റത്തിന് പോകുന്ന വഴിക്കാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ അവഗണന നേടുന്ന റോഡാണ് കൊച്ചുമറ്റം റോഡെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണാം. വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുകയാണ്. പയ്യപ്പാടിക്കവലയിൽ നിന്ന് വെണ്ണിമലയ്ക്ക് പോകുന്ന റോഡിൽ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടുന്ന് തിരിയുമ്പോഴാണ് കൊച്ചുമറ്റം. ഇതിലെ ബസ് സർവീസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകുമ്പോഴത്തേന് ജിസാറ്റ് കോളേജ്, വെണ്ണിമല ടെമ്പിൾ ഉണ്ടോ, വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ കർക്കിടക എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആണ്. അപ്പം നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വഴി ഇങ്ങോട്ട് വരുന്ന വഴി നമുക്കൊന്ന് കാണാം. പിന്നെ ഇവിടെ ഇതുണ്ട്, ഇവിടം തൊട്ടേ നമുക്ക് മൊത്തം ഒന്ന് കാണാം. അതുപോലെ ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അത് കണ്ടോ. അപ്പം ഇവിടം തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. ഇതുവരെ ഇതിനൊരു മെയിൻ്റനൻസ് വർക്ക് പോലും ചെയ്തിട്ടില്ല. ഇവിടെ കൂടുതൽ ഈ കൊച്ചുമറ്റത്ത് ഭാഗത്ത് കൂടുതൽ താമസിക്കുന്ന സാധാരണപ്പെട്ടവരാണ്. അവരൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് മടുത്ത് പരാതി പറഞ്ഞ് ഇനി ആരോട് പറയാനാണെന്നും പറഞ്ഞാണ് അവർ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ. ഒരു വിധത്തിലും വണ്ടിയായിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ആ ഓട്ടോറിക്ഷക്കാരനുണ്ടല്ലോ കുഞ്ഞപ്പി എന്ന് പറഞ്ഞ വയ്യപ്പാടില്ല, പുള്ളി പറഞ്ഞത് സത്യം കേട്ടോ. കാരണം ഇതിൽ എങ്ങനെ വണ്ടിയെ പോകും, അതുപോലെ ഒരു അവസ്ഥയിലാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകുന്ന വഴിയാണ്, ബസ് റൂട്ടുള്ളതാണ്. അപ്പം ബസ്സുകാരുടെ അവസ്ഥയാണ് മുമ്പേ പറഞ്ഞത്. ഇതുപോലെ പോയി കഴിഞ്ഞാൽ ബസ്സിനൊന്നും പണിയല്ലേ വരത്തുള്ളൂ. ഇത് റോഡാണോ കുളമാണോ എന്ന് തോന്നുന്നു, അതുപോലെയാണ് കിടക്കുന്നത്. എല്ലാം പോയി കിടക്കുക. ഇത് ഏറെക്കുറെ എത്ര വർഷമായി ഇതിങ്ങനെ തകർന്ന് കിടക്കാനുണ്ടോ അറിയോ? അതൊരു കുറച്ചാളായി. ഇങ്ങനെ മെയിൻ്റനൻസ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ടോ? ഇതിനില്ലല്ലോ, ഒന്നുമല്ല. ഈ ഇടവ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഈ പൈപ്പൊക്കെ ഇടാനായിട്ട് മാന്തിയ കാരണം ആ വഴിയൊക്കെ ഗ്യാസ് വണ്ടി പോലും വരികയെന്നാണ് പറയാം. അതെ അതെ. എങ്ങനെയുണ്ട്? വളരെ എവിടെ നിന്ന് നിങ്ങളവിടെ എങ്ങനെ കയറി? അവർ പറഞ്ഞ സത്യം കേട്ടോ. 2 വീലർ കൊണ്ട് പോലും പോകാൻ പാടാണ്. നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് പോയില്ലേ. താഴെ പൊതു കണ്ടില്ല, ഇവിടെ എല്ലാം കിടക്കണ കണ്ടില്ലേ. ഇവിടെയൊക്കെ ആയിരക്കണക്കിന് വീട്ടുകാരുണ്ട് കേട്ടോ. അവരെല്ലാം ആശ്രയിക്കുന്ന ഈ വഴിയാണ്.
ഇവിടെ റോഡിൻ്റെ നടുക്കൂടെ ഒരു വെള്ളമൊഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല കാഴ്ചയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ റോഡ് പണിയുമ്പോഴത്തേന് റോഡിൻ്റെ നടുവശം ചില പൊങ്ങി നിൽക്കുകയാണ്, ഈ വെള്ളമൊക്കെ സൈഡിലോട്ട് ഒഴുകിപ്പോവും. അതുപോലെ തന്നെ വെള്ളം ഒഴുകാൻ വേണ്ടി റോഡിൻ്റെ സൈഡിൽ ഓടകൾ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നശിച്ചു പോയതാണ്. ആദ്യമൊക്കെ പണിയുമ്പം ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പം കണ്ടില്ല, റോഡിൻ്റെ നടുഭാഗത്തൊക്കെ വെള്ളം എങ്ങോട്ടും ഒഴുകി പോകാൻ സൗകര്യമില്ല. ഇതിപ്പം നല്ല മഴ പെയ്യുവാണെങ്കിൽ ഈ വഴി മുഴുവൻ വെള്ളമാണ്. ഇതൊക്കെയാണ് റോഡിൻ്റെ നിർമ്മാണത്തിലുള്ള തട്ടിക്കൂട്ടി ഇങ്ങനെ റോഡ് പണിത് പോകുന്നല്ലാതെ ഉണ്ടോ. വഴി അതുപോലെ മോശമായി കിടക്കുകയെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ആണല്ലേ? അങ്ങ് വരെ ഇതുപോലെ അവസ്ഥയാണ്. ഇവിടുന്ന് അവിടം വരെ അല്ലേ? വണ്ടിയുടെ പണി തീരും അല്ലേ? വണ്ടിയുടെ പണി തീരുന്നതോടൊപ്പം നമ്മുടെ പണി തീരുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അത് ശരിയാണ്. അവിടം വരെ വന്നപ്പം തന്നെ നമ്മുടെയൊക്കെ ദേഹം മുഴുവൻ ഇളകി ശരിക്കും. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഒത്തിരി പേര് വീഡിയോ കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടം തൊട്ട് വഴി അങ്ങോട്ട് കുറച്ച് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെയാണ്, കൊച്ചുമറ്റം വരെയാണ് പോയി കിടക്കുന്നത്. അപ്പം ഇത്രയും പെട്ടെന്ന് ഇതുപോലെ ആയിരക്കണക്കിന് പിള്ളേർ പഠിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഈ വഴിയൊന്ന് ശരിയാക്കി കൊടുക്കുകയാണ് അധികാരികൾ. കാരണം ഇതൊരു PWD റോഡാണ്, പഞ്ചായത്ത് റോഡ് പോലെയല്ല. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നേരെ പോയ പയ്യപ്പാടിക്കവല, ഇടത്തോട്ട് തിരിഞ്ഞാൽ വെണ്ണിമല. അപ്പോൾ നമുക്ക് നേരെ പയ്യപ്പാടിക്ക് തന്നെ തിരിയാം. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ വഴി, കുഴപ്പമില്ലാതെ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് വീണ്ടും തകർന്ന് കിടക്കുക. ഇത് പയ്യപ്പാടി കവലയ്ക്ക് അടുത്തുള്ള വഴിയാണ്. ഉണ്ടോ, ഇവിടെ മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. ഇത് പയ്യപ്പാടി കവലയ്ക്ക് തൊട്ടടുത്താണ്. കണ്ടോ, ഇതുപോലെ പോയി കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെങ്ങനെയാണ്, വഴിയൊന്ന് നന്നായി വരുമ്പം പൈപ്പുമായിട്ട് അടുത്ത കൂട്ടർ വരും. പിന്നെ എങ്ങനെ നാട് നന്നാവും?